ഒരു രാഷ്ട്രീയ നേതാവിനെ പൊതുസമൂഹം വിലയിരുത്തുന്നത് എങ്ങനെയാണ്? നാട്ടിലെ അയാളുടെ പ്രവർത്തനം മാത്രമാണോ ആളുകൾ നോക്കാറുള്ളത്? വ്യക്തി ജീവിതത്തിലും മാതൃകയാകേണ്ടവരാണ് പൊതുപ്രവർത്തകർ. ചെറിയൊരു ആരോപണം ഉയർന്നാൽ തന്നെ അവരിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും, അല്ലേ? പ്രത്യേകിച്ച് സ്ത്രീ വിഷയമാണെങ്കിലോ അതോടെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകും. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചതും അതുതന്നെയാണ്. സമീപകാലത്തെ കേരളത്തിൽ കത്തിത്തിളങ്ങിയ യുവ നേതാവിന് ഒരു പെണ്ണ് കേസിൽ താരത്തിളക്കം തന്നെ നഷ്ടപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയും പോയി, ഒടുവിൽ സീറ്റും നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ രാഹുലിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചില കഥകളും പുറത്തു വരുന്നുണ്ട്. പാലക്കാട് കൗൺസിലർ പ്രശോഭിനെതിരായ ലൈംഗിക പീഡന പരാതി എത്രത്തോളം ഗൗരവമുള്ളതാണ്? അതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലരും നമ്മളെ സ്വാധീനിക്കാറുണ്ടല്ലേ? ഒരു നല്ല കൂട്ടുകാരനുണ്ടെങ്കിൽ ഒരാളും അപകടത്തിൽപ്പെടില്ല. എന്നാൽ മോശം സ്വഭാവക്കാർക്കൊപ്പമുള്ള ഇടപെടൽ നമ്മളെയും തെറ്റായ വഴിയിലേക്ക് നയിക്കാം. പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സന്റെ റോൾ മോഡലും കൂട്ടുകാരനുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത്. രാഹുലിനെ പോലെ ജനകീയനായ നേതാവ്, എന്നാൽ ചെറിയൊരു സ്വഭാവ വൈകൃതമാണ് പ്രശോഭിനും കുരുക്കായത്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തു. യുവതി മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രശോഭിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. പട്ടാമ്പിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് തന്നെ പലതവണ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവതിയുടെ പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം യുവതിയുടെ വീട്ടിലെത്തിയാണ് ആദ്യം പീഡിപ്പിച്ചത്. പിന്നീട് കാറിൽ കൊണ്ടുപോകുന്നതിനിടെയും പീഡനം തുടർന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ചും ഇയാൾ അതിക്രമം കാട്ടി. നഗരത്തിലെ ഒരു ഹോട്ടലിലേക്ക് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു. ഇവിടെ വെച്ച് പ്രതിയുടെ ദൃശ്യങ്ങൾ യുവതി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. താൻ ആക്രമിക്കപ്പെടുമെന്ന ഭയത്താലാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. തുടർച്ചയായി ഭീഷണികളും പീഡനങ്ങളും സഹിക്കാൻ കഴിയാതെയാണ് പരാതിയുമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചതെന്നും പരാതിക്കാരി പറയുന്നു. റൂമിൽ ആരുമില്ലാത്ത സമയത്ത് കയറി വരികയും ബലപ്പെടുത്തിയായിരുന്നു ചെയ്തത്. എൻ്റെ പെർമിഷൻ ഇല്ലായിരുന്നു. പെർമിഷൻ ഇല്ലാണ്ട് കയറി വരുന്നത് കൂടി എനിക്കറിയില്ല. അയാൾ വന്നിട്ട് വാതിൽ തട്ടുമ്പോഴാണ് എനിക്ക് ഇയാളെന്ന് മനസ്സിലാവുന്നത്. ബലപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്തു. കഴിഞ്ഞിട്ട് എനിക്കൊക്കെ MP MLA ഒക്കെ പരിചയമുള്ള ആൾക്കാരെ ജോലിയൊക്കെ എനിക്കതൊരു കാര്യമേ ഇല്ല, ഒക്കെ സെറ്റാക്കി തരാം, ഞാൻ പേടിക്കണ്ട, ഇതൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോകണം, കാറിൽ വെച്ചിട്ടും പിന്നെ സൂര്യ റെസിഡൻസിൽ റൂം എടുത്തിട്ടും 2-3 പ്രാവശ്യം. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ അലസിപ്പിക്കാൻ മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നും പരാതിയിലുണ്ട്. പിന്നീടാണ് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായതെന്നും യുവതി പറയുന്നു. നിലവിൽ പ്രശോഭ് ഒളിവിലാണെന്നാണ് വിവരം. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് പ്രശോഭ്. മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽപ്പെട്ടപ്പോൾ പിന്നീട് പാലക്കാട് എത്തിയത് പ്രശോഭിന് വേണ്ടി വോട്ട് ചോദിക്കാനായിരുന്നു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പ്രശോഭ് ആദ്യം പോയതും രാഹുലിനെ കാണാനായിരുന്നു. ദളിത് യുവതിയുടെ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും ലൈംഗികാതിക്രമത്തിനുമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാണ് സാധ്യത. പ്രശോഭിനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും വിവരമൊന്നുമില്ല. ഇയാൾ ഒളിവിൽ പോയെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പ്രശോഭിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് യുവതി പരാതി നൽകിയത്. പ്രതിയെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മന്ത്രവാദം, ദുർമന്ത്രവാദം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇക്കാലത്ത് അതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ടല്ലേ? എന്നാൽ മന്ത്രവാദത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരെ സൂക്ഷിക്കണം. അവരുടെ ലക്ഷ്യം മറ്റു പലതുമാകും. തട്ടിപ്പും ലൈംഗിക ചൂഷണവുമൊക്കെ ലക്ഷ്യമിട്ട് നടക്കുന്നവരുണ്ട്.
മലപ്പുറം വളാഞ്ചേരിയിൽ ഏതാനും നാളുകൾക്ക് മുൻപ് ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് കേട്ടിരുന്നു. മന്ത്രവാദത്തിന്റെ പേരിൽ 14-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ മദ്രസാധ്യാപകന് 17 വർഷമാണ് തടവ് ശിക്ഷ. പള്ളിയിൽ നമസ്കാരത്തിന് പോകുന്നതിനിടെ പരിചയപ്പെട്ട കുട്ടിയെയാണ് പ്രതി രാമപുരം സ്വദേശി സൈനുൽ ആബിദ് ലൈംഗികമായി ചൂഷണം ചെയ്തത്. പ്രതി 2.5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും മഞ്ചേരി പോക്സോ കോടതിയുടെ ഉത്തരവിലുണ്ട്. സഹോദരിക്ക് മന്ത്രവാദ ചികിത്സ നടത്താനെന്ന പേരിൽ 14-കാരനെ പരിചയപ്പെട്ട് വിശ്വാസം നേടിയെടുത്ത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലാണ് മദ്രസാധ്യാപകന് 17 വർഷം കണ്ണുതടവ് വിധിച്ചത്. രാമപുരം സ്വദേശി 41-കാരനായ സൈനുൽ ആബിദിനെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രതി 2.5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. മഞ്ചേരി പോക്സോ കോടതി ജഡ്ജി TP അഷ്റഫ് അലിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. ഈ കുട്ടിയുടെ സഹോദരിയെ ഈ മന്ത്രവാദ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും പ്രാർത്ഥനകളും മറ്റും നടത്തിയ ശേഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം പ്രതി തൊട്ടടുത്ത ലോഡ്ജിലേക്ക് രാത്രി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് പലതവണ വിധേയമാക്കുകയും ചെയ്തു എന്നുള്ള പ്രോസിക്യൂഷൻ കേസിലാണ് ഇന്ന് ഈ പ്രതിക്ക് ബഹുമാനപ്പെട്ട കോടതി IPC 377 വകുപ്പ് പ്രകാരം 10 വർഷത്തെ കഠിന തടവിനും പോക്സോ ആക്ടിലെ 9L റെഡ് വിത്ത് 10 പ്രകാരം 7 വർഷത്തെ കഠിന തടവിനും 2,50,000 രൂപ പിഴയ്ക്കും വിധിച്ചിട്ടുള്ളത്. കുട്ടിയെ പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടി ലോഡ്ജിലെത്തിച്ച് അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി പീഡിപ്പിച്ചെന്നാണ് പരാതി. പള്ളിയിൽ നമസ്കാരത്തിനായി പോകുന്നതിനിടെയാണ് പ്രതി കുട്ടിയെ പരിചയപ്പെട്ടത്. പിന്നീട് പരിചയത്തിലൂടെ കുട്ടിയുടെ വിശ്വാസം നേടിയെടുത്തായിരുന്നു പീഡനം. കുട്ടിയുടെ സഹോദരിക്ക് മന്ത്രവാദ ചികിത്സ നടത്തുന്നതിന്റെ പേരിൽ പ്രതി വീട്ടിൽ വരികയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വീട്ടിൽ നിന്ന് മടങ്ങുന്ന സമയം കുട്ടിയെ സമീപത്തെ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയെന്നാണ് കേസ്. 2 വകുപ്പുകളിലായി 10ഉം 7ഉം വർഷം കണ്ണുതടവാണ് ശിക്ഷ. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ന്യൂസ് 18 തിരൂർ. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളെ ലഹരിക്കടിമയായ ഒരു യുവാവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? പ്രായപൂർത്തി പോലും ആകാത്ത പെൺമക്കളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരാൾ വന്നാൽ നമ്മുടെ പ്രതികരണം എന്താകും? മലപ്പുറം കൊപ്പം സ്വദേശി ഷാജഹാൻ ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ലഹരിക്കടിമയായ യുവാവ് ഷാജഹാന്റെ ബന്ധുവായ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു. പിന്നീട് വിവാഹ അഭ്യർത്ഥനയുമായി വീട്ടിലെത്തി. ഇത് ചോദ്യം ചെയ്തതിനാണ് ഷാജഹാനെ ഷൗക്കത്ത് അലി എന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിൽ വെട്ടിച്ചിറ സ്വദേശി ഷൗക്കത്ത് അലിയെ വളാഞ്ചേരി പോലീസ് സാഹസികമായി പിടികൂടി. മോഷണം, അടിപിടി, മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തു നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ബന്ധുവായ മധ്യവയസ്കനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന കുറ്റത്തിനാണ് യുവാവിനെ പോലീസ് പിടികൂടിയത്. മലപ്പുറം വെട്ടിച്ചിറയ്ക്കടുത്ത് കല്ലുവെട്ടിക്കൽ സ്വദേശി വലിയ പീടിയേക്കൽ ഷൗക്കത്ത് അലി എന്ന 32-കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ലഹരിമരുന്നിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു. ഒളിവിലായിരുന്ന ഷൗക്കത്ത് അലിയെ സാഹസികമായി കീഴടക്കുകയായിരുന്നു. കോപ്പം സ്വദേശി ഷാജഹാനെയാണ് ഷൗക്കത്ത് അലി കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. ഈ മാസം 24-ന് വാളാഞ്ചേരി താണിയപ്പൻ കുന്നിൽ വെച്ചായിരുന്നു സംഭവം. ഷാജഹാന്റെ ബന്ധുവായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ഷൗക്കത്ത് അലിയുടെ ആഗ്രഹത്തിന് ഷാജഹാൻ എതിര് നിന്നിരുന്നു. ഇതിലുള്ള വൈരാഗ്യം നിമിത്തം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഷാജഹാനെ ഷൗക്കത്ത് അലി കാറിടിച്ചു വീഴ്ത്തി കടന്നുകളയുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഷൗക്കത്ത് അലി ഒളിവിൽ പോയിരുന്നു. കാടാമ്പുഴ, കൽപ്പകഞ്ചേരി, കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം, അടിപിടി, മയക്കുമരുന്ന് കച്ചവടം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷൗക്കത്ത് അലിയെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാളാഞ്ചേരി CI ആനന്ദ് ബാബു, SI നിർമ്മൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. നമ്മുടെ നാട്ടിൽ ഒരാളും ഗുണ്ടയോ ക്രിമിനലോ ആയി ജനിക്കുന്നവരല്ല. ചിലരെ സാഹചര്യങ്ങളാണ് കുറ്റവാളികളാക്കി മാറ്റുന്നത്. എന്നാൽ ഗുണ്ടകളുടെ ആരാധന കാരണം ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഒരു കാര്യം ഓർക്കണം കേട്ടോ, നിങ്ങളുടെ ആയുധം എന്നെങ്കിലും തിരിഞ്ഞു കുത്തും.
മംഗളൂരുവിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് കുടിപ്പകയെ തുടർന്നാണ്. കുദ്രോളി സ്വദേശി ആരിഫ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ഹാരിഫാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മംഗളൂരു ബന്ദർ പോലീസിന്റെ ഗുണ്ടാ പട്ടികയിലുള്ള ആളാണ് കൊല്ലപ്പെട്ട ആരിഫ് ഹുസൈൻ എന്ന് പോലീസ് പറയുന്നു. തൊക്കോട്ട് ബൈക്ക് തടഞ്ഞു നിർത്തിയാണ് ഗുണ്ടാ നേതാവിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കുദ്രോളി സ്വദേശിയും 6 വർഷമായി അജിനടുക്ക മുളുകുഡയിൽ താമസക്കാരനുമായ ആരിഫ് ഹുസൈൻ എന്ന ടാബ്ലറ്റ് ആരിഫാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. മംഗളൂരുവിലെ മത്സ്യവ്യാപാരിയാണ് ആരിഫ് ഹുസൈൻ. വെള്ളിയാഴ്ച പുലർച്ചെ ബൈക്കിൽ മംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു ആരിഫ്. തെക്കോട്ട് ഫ്ലൈ ഓവറിലെത്തിയപ്പോൾ കാറിലെത്തിയ ഒരു സംഘം ബൈക്ക് തടഞ്ഞു നിർത്തുകയും ആരിഫിനെ റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം അക്രമി സംഘം കാറിൽ രക്ഷപ്പെട്ടതായി പോലീസ് പറഞ്ഞു. വിവരമറിഞ്ഞ് DCP മിഥുന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ സഞ്ചരിച്ച വാഹനം ബണ്ട്വാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മംഗളൂരു ബന്ദർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് കൊല്ലപ്പെട്ട ആരിഫ് ഹുസൈൻ എന്ന് പോലീസ് പറഞ്ഞു. മെയ് മാസത്തിലും ആരിഫ് ഹുസൈനെതിരെ വധശ്രമം ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ബജാൽ എന്ന സ്ഥലത്തിന് സമീപത്ത് വെച്ച് തൊപ്പി നൌഫലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടത്തിയത്. അന്ന് തലനാരിഴയ്ക്കാണ് ആരിഫ് ഹുസൈൻ രക്ഷപ്പെട്ടത്. കേസിൽ നൌഫലിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആരിഫ് ഹുസൈന്റെ കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട കൊലയാളി സംഘം കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇക്കാര്യം കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലും അന്വേഷണം ഊർജിതമാക്കി. അതേസമയം കൊലയാളികൾ ജില്ലയിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നാണ് കേരള പോലീസിന്റെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ തലപ്പാടിയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തിവിടുന്നുള്ളൂ. അതിർത്തി പ്രദേശങ്ങളിൽ തികഞ്ഞ ജാഗ്രതയ്ക്കും നിരീക്ഷണത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ചെറുപ്പക്കാർ ജോലി തേടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അതിൽ ക്രിമിനൽ സംഘങ്ങളും മോഷ്ടാക്കളുമുണ്ട്. ചിലർക്ക് ഈ നാട് ഒളിസങ്കേതമാണ്. അങ്ങനെയുള്ള ഇതര സംസ്ഥാനക്കാരുമായി സൗഹൃദം കൂടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ശ്രദ്ധിച്ചു വേണം. ഇടുക്കി ഏലപ്പാറയിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴാണ് യുവാവിനെ ഇതര സംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തിയത്. കോതമംഗലം സ്വദേശി മനു ജോസഫിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. ബംഗാൾ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലിനെ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പീരുമേട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തർക്കത്തിനിടെ നിലത്ത് വിട മനുവിനെ കത്രിക കൊണ്ട് കുത്തിയും നിലത്തിട്ട് ചവിട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ഏലപ്പാറയിലെ ഹോട്ടലിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മനു ജോസഫും സെയ്ഫുദ്ദീനും ജോലി ചെയ്തു വരികയായിരുന്നു. ഇരുവരും ഏലപ്പാറയിലെ ലോഡ്ജിലായിരുന്നു താമസം. വ്യാഴാഴ്ച രാവിലെ മനു ജോസഫിനെ താമസ സ്ഥലത്ത് തലയ്ക്കും മുഖത്തും മാരകമായി പരിക്കേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കാണാതായത് സംശയത്തിനിടയാക്കി. പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. ബംഗാൾ സ്വദേശി സെയ്ഫുദ്ദീൻ മണ്ഡൽ നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിച്ചു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. മറ്റേയാളും ബന്ധപ്പെട്ടയാളും ഈ ഹോട്ടലിൽ അപ്പോൾ തമ്മിൽ മദ്യപിച്ച് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായ ദിവസം ഈ കൊല്ലപ്പെട്ടയാൾക്ക് ജോലിയില്ലാന്ന് മനസ്സിലാകും. അയാൾ മദ്യപിക്കുകയായിരുന്നു. ഇയാൾ രാത്രി 11 മണിക്ക് ജോലി കഴിഞ്ഞപ്പോൾ അയാളോട് ചെയ്യാം മദ്യപിച്ചതിൻ്റെ അവസ്ഥകൾ പഞ്ചായത്തിലായി. അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ കത്തിയെടുത്ത് അയാൾ പുറത്ത് കൊടുത്തു. 5 വട്ടം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അയാൾ താഴെ വീണപ്പോൾ പുറത്ത് ചവിട്ടി പരിക്കേൽപ്പിച്ചു.
അയാളെ മരണം ഉറപ്പാക്കിയതിനു ശേഷം ഒരു വെളുപ്പിനെ 3 മണിയോടുകൂടി ഇവിടുന്ന് ബസ്സിൽ കയറി പോയതാണ് മനസ്സിലായത്. ഇരുവരും തമ്മിൽ രാത്രി മദ്യപിച്ചുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സെയ്ഫുദ്ദീൻ മനുവിനെ കൊല്ലപ്പെടുത്തിയത് എന്ന് പോലീസ് പറഞ്ഞു. പ്രതി സെയ്ഫുദ്ദീൻ കത്രിക ഉപയോഗിച്ച് മനുവിന്റെ പുറത്ത് 8 തവണ കുത്തി. ഗുരുതരമായി പരിക്കേറ്റ് നിലത്ത് വീണ മനുവിനെ കാലുകൊണ്ട് ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി. പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 ഇടുക്കി. ഈ നാട്ടിൽ നടക്കുന്ന ഓരോ കൊലക്കേസുകളും അക്രമ സംഭവങ്ങളും പരിശോധിച്ചാൽ അതിന് പ്രധാന കാരണം പലപ്പോഴും മദ്യവും ലഹരിയുമാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ ചിലർ മനുഷ്യരല്ലാതാകും. പിന്നെ ആരെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് മനസ്സു മാറും. പാലക്കാട് കുളപ്പുള്ളിയിൽ തമിഴ്നാട് സ്വദേശി മുരുകനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ്. കേസിൽ പ്രതി ഗൂഡല്ലൂർ സ്വദേശി ഹരികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വെച്ച് മുരുകനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി ഹരികൃഷ്ണന്റെ മൊഴി. ഒരു വർഷമായി കുളപ്പുള്ളിയിൽ ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റ് ഉപജീവനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശി മുരുകനെ ഈ മാസം 19-നാണ് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തലയിൽ മുറിവുണ്ടായിരുന്നതിനാൽ മുരുകന്റെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി ഹരികൃഷ്ണൻ പിടിയിലായത്. 100ഓളം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. സംഭവം നടക്കുന്ന ദിവസം ഹരികൃഷ്ണൻ മദ്യപിച്ച ശേഷം കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ എത്തുകയായിരുന്നു. ഇതിനിടെയാണ് മുരുകനെ കാണുന്നത്. സ്റ്റാൻഡിൽ വിശ്രമിക്കുകയായിരുന്ന മുരുകനുമായി ഹരികൃഷ്ണൻ വാക്കുതർക്കമുണ്ടാവുകയും മുരുകനെ മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു. തുടർന്ന് കയ്യിൽ കിട്ടിയ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 9 മണിയോടെ ഹരികൃഷ്ണൻ ബസ്സിൽ കയറി പട്ടാമ്പിയിലേക്കും അവിടെ നിന്ന് പെരിന്തൽമണ്ണയിലേക്കും പോയി. 2 ദിവസം അലഞ്ഞുതിരിഞ്ഞു നടന്ന പ്രതിയെ അങ്ങാടിപ്പുറത്തു നിന്നാണ് പിടികൂടിയത്. ഷൊർണൂർ DYSP സജു K എബ്രഹാം, CI വിഷ്ണു, SI അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡും പെരിന്തൽമണ്ണ പോലീസും ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. മദ്യം പോലെ തന്നെ അങ്ങേയറ്റം അപകടകരമാണ് ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് രാസലഹരി. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പരാക്രമം കാണിക്കുന്നവരുണ്ട്. പാലക്കാട് വാണിയംകുളത്ത് ലഹരിയിൽ അഴിഞ്ഞാടിയ യുവാവിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വല്ലപ്പുഴ സ്വദേശിയായ യുവാവാണ് മതിലിൽ കാറിടിച്ചു നിർത്തുകയും സ്വയം ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത്. കാറിൽ രക്തക്കറ കണ്ടെത്തിയതോടെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. യുവാവിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇവർ നേരത്തെ ബാറിൽ വെച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി പരാതിയിൽ പറയുന്നു. വാണിയകുളം പുലാച്ചിത്ര കിള്ളിക്കാവിന് സമീപം വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. അർദ്ധബോധാവസ്ഥയിലായിരുന്ന വല്ലപ്പുഴ മട്ടായ സ്വദേശിയായ യുവാവ് ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മാന്നന്നൂർ റോഡിൽ മതിലിലിടിച്ചു നിൽക്കുകയായിരുന്നു. ഈ സമയം പുറകെ വന്ന ബൈക്ക് യാത്രക്കാർ ഓടിയെത്തി നോക്കിയപ്പോൾ മദ്യലഹരിയിലായിരുന്ന യുവാവ് കാറിന്റെ ചില്ലുകൾ കൈകൊണ്ട് അടിച്ചു തകർത്തു. സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റ യുവാവിനെ വാണിയകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാറിൽ കൂടെയുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവാവ് രാസലഹരി ഉപയോഗിച്ചിരുന്നോ എന്നും സംശയമുള്ളതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പട്ടാമ്പി. അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ചില തർക്കങ്ങളിൽ ഇടപെട്ടാൽ തടി കേടാകും കേട്ടോ. വയനാട് നമ്പ്യാർകുന്നിൽ
യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തർക്ക പരിഹാരത്തിനിടെയാണ്. നമ്പ്യാർകുന്ന് സ്വദേശി സുനിലിനാണ് വെട്ടേറ്റത്. ഒപ്പമുണ്ടായിരുന്ന വാർഡ് മെമ്പർ പ്രശാന്തിനും മർദ്ദനമേറ്റു. ഗുരുതര പരിക്കേറ്റ സുനിലിനെയും പ്രശാന്തിനെയും ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുഖ്യപ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. മരം വിൽപ്പനയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് തർക്കമുണ്ടായിരുന്നു. ഇതാണ് രാവിലെ 10:30 ആക്രമണത്തിൽ കലാശിച്ചത്. സുനിൽ എന്നയാൾക്കാണ് വെട്ടേറ്റത്. ഒപ്പമുണ്ടായിരുന്ന നെന്മേനി പഞ്ചായത്ത് അംഗം പ്രശാന്തിന് മർദ്ദനമേറ്റു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായുള്ള ചർച്ചയ്ക്കായി എത്തിയതാണെന്നാണ് പ്രശാന്തും സുനിലും പറയുന്നത്. നാസർ എന്നയാളാണ് ആക്രമണം നടത്തിയത്. കുട്ടിക്കൃഷ്ണൻ എന്നയാളുടെ മരം അയ്യങ്കൊല്ലിയിലുള്ള മജീദ് വാങ്ങിയിരുന്നു. മരം മുറിച്ചപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന സുമിത്രയ്ക്ക് നാശനഷ്ടങ്ങളുണ്ടായി. തുടർന്ന് 10,000 രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് മരം മുറിച്ചവർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പണം കൊടുക്കാതെ മരം കയറ്റിക്കൊണ്ടുപോകാൻ വന്നതാണ് തർക്കത്തിനിടയാക്കിയത്. ആക്രമണം നടത്തിയ നാസർ മജീദിന്റെ തൊഴിലാളിയാണ്. സുനിലിന് കൈക്കും തലയ്ക്കുമാണ് പരിക്ക്. സുനിലിനും മർദ്ദനമേറ്റ പ്രശാന്തിനും ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. സുനിലിന്റെ കൈയുടെ പരിക്ക് ഗുരുതരമായതിനാൽ ഇയാളെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കൈയുടെ ശസ്ത്രക്രിയയ്ക്ക് 5 ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. ആക്രമണം നടത്തിയ നാസർ ഒളിവിലാണ്. മജീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. സംസ്ഥാനത്ത് ഗുണ്ടാക്രമണങ്ങൾ പതിവായതോടെ പോലീസ് അതീവ ജാഗ്രതയിലാണ്. ഏത് സമയവും ഏറ്റുമുട്ടലുണ്ടാകാമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയും റെയ്ഡും തകൃതിയായി നടക്കുന്നുണ്ട്. ആലുവയിൽ റെയ്ഡ് നടക്കുന്നതിനിടെയാണ് അധോലോക സംഘങ്ങളുമായി ബന്ധമുള്ള ബിലാലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബിലാലിനെ കൂടാതെ മറ്റു 3 യുവാക്കളെയും അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ മാരകായുധങ്ങളും കണ്ടെത്തി. പാറക്കടവ്, കോടിശ്ശേരി, ചേറോത്ത് വിനീത, എടത്തല പൊട്ടച്ചിറ വെങ്ങോടൻ ബിലാൽ, പെരിങ്ങോട്ടിൽ ശരത്, തൃക്കാക്കര ജഡ്ജിമുക്ക് അജാസ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. നിരവധി കേസുകളിലെ പ്രതിയാണ് വിനീത്. ഇയാളിൽ നിന്നും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത കത്തിയും കണ്ടെടുത്തു. പ്രതിയുടെ കാറും കസ്റ്റഡിയിലെടുത്തു. അജാസ് പൊട്ടച്ചിറയിൽ നടത്തുന്ന കോഴി ഫാമിൽ നിന്നും 10ഓളം ഗുണ്ടുകൾ കണ്ടെടുത്തു. ബിലാലും ശരത്തും ഗുണ്ടാ ലിസ്റ്റിലുള്ളവരും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരുമാണ്. വിവിധ ആയുധങ്ങളും ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ മേൽനോട്ടത്തിൽ ഒറ്റ ദിവസം നടത്തിയ ഓപ്പറേഷനിലാണ് ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുത്തത്. പിടികൂടിയവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇവരുടെ പേരിലുള്ള കേസുകളും പോലീസ് പരിശോധിക്കുകയാണ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. എത്ര വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മാനസികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചൊരു സ്ത്രീയാണെങ്കിൽ അവർക്കത് വലിയ ആഘാതമേൽക്കാം. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കേസിൽ ലീഗ് നേതാവ് ഇർഷാദിനെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. എന്നാൽ ഇതുപോലെ അപമാനം ഏൽക്കുമ്പോഴുള്ള വേദന മുൻപ് പലതവണ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള പ്രതിഭയും മനസ്സിലാക്കണം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അനവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ജില്ലയുടെ വരണാധികാരിയായ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ U പ്രതിഭയ്ക്കെതിരെ UDF വേദിയിൽ അശ്ലീല പരാമർശം നടത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിനായി പോലീസിന് നിർദ്ദേശം നൽകി.
പ്രതിഭ പരാതി കൂടി നൽകിയതോടെ കായംകുളം പോലീസ് മുൻ ലീഗ് നേതാവ് ഇർഷാദിനെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. രാവിലെ സ്റ്റേഷനിൽ ഹാജരായ ഇർഷാദിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രസംഗം നടക്കുന്ന സമയത്ത് UDF വേദിയിൽ സ്ഥാനാർത്ഥി M. ലിജുവിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികൾ ലിജുവിനെതിരെ ഉണ്ടായേക്കില്ല. അതേസമയം പ്രതിഭ മുമ്പ് നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളും വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിലീ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്. ആണായാലും പെണ്ണായാലും ദയവ് ചെയ്ത് നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നും ഇല്ലേ കൊടുക്കാനായിട്ട്? ഷെയിം. മാധ്യമപ്രവർത്തകരെയും ചലച്ചിത്ര രംഗത്തെ സ്ത്രീകളെയും ഉൾപ്പെടെ ആക്ഷേപിച്ച MLA-ക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനാണ്? വോട്ടിന് വേണ്ടി വിദ്വേഷം പരത്തുന്നവരും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നവരും ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. ഒരു നേതാവോ സ്ഥാനാർത്ഥിയോ പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ നിയമ നടപടി മാത്രം മതിയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വടിയെടുക്കാറുണ്ട്. എന്നാൽ പ്രചാരണത്തിനിടെ BJP നേതാവ് V. ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനാണെന്ന ചോദ്യം ഉന്നയിച്ച കോടതി വോട്ടർമാർക്കിടയിൽ വിദ്വേഷം പടർത്തുന്ന പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുവായൂരിൽ ഹിന്ദു MLA വേണമെന്ന വിവാദ വീഡിയോയിലെ പരാമർശത്തിൽ മതം പറഞ്ഞ് വോട്ട് ചോദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂരിലെ KSU നേതാവാണ് V. ഗോപാലകൃഷ്ണനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. വിവാദമായ പ്രസംഗത്തിന്റെ വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. പരാമർശത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നിയമപരമായ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു. കമ്മീഷന്റെ വിശദീകരണം രേഖപ്പെടുത്തിയ കോടതി പരാതിയിൽ 2 മാസത്തിനുള്ളിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കാലത്തെ അച്ചടക്കം ഉറപ്പാക്കുന്നതിൽ കമ്മീഷനുള്ള ഉത്തരവാദിത്തം കോടതി ഓർമ്മിപ്പിച്ചു. ഹൈക്കോടതിയുടെ കർശന നിലപാടോടെ BJP സ്ഥാനാർത്ഥിക്കെതിരെ കമ്മീഷൻ സ്വീകരിക്കുന്ന തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും. അതേസമയം വിവാദ വീഡിയോ സംബന്ധിച്ച തന്റെ ഭാഗം ഹൈക്കോടതി കേട്ടിട്ടില്ലെന്നും ആ സമയത്ത് താൻ സ്ഥാനാർത്ഥിയായിരുന്നില്ലെന്നും V. ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. എന്താണ് കോടതി പറഞ്ഞതെന്ന് അറിയില്ലെന്നും വിശദീകരണം വക്കീൽ പറയുമെന്നും അറിയിച്ച അദ്ദേഹം താൻ പറഞ്ഞതൊന്നും മാപ്പ് പറഞ്ഞില്ലെന്നും വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കവടിയാർ കൊട്ടാരത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ എന്തുകൊണ്ടാണ് രാജകുടുംബം അന്വേഷണവുമായി സഹകരിക്കാത്തത്? 2 കോടി രൂപ മൂല്യമുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതിൽ പോലീസിൽ പരാതി നൽകിയതുപോലും മാസങ്ങൾക്ക് ശേഷമാണ്. പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ പോലീസിനെതിരെ രാജകുടുംബം ആക്ഷേപം ഉന്നയിക്കുന്നു. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. കേസിൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചിലരെ ചോദ്യം ചെയ്യുകയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാതിയുമായി രാജകുടുംബം രംഗത്തെത്തിയത്. കവടിയാർ കൊട്ടാരവുമായി അടുപ്പമുള്ള ചിലരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് രാജകുടുംബം തന്നെ അന്വേഷണ സംഘത്തിനെതിരെ പരാതിയുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചത്. കൊട്ടാരവുമായി അടുപ്പമുള്ളവരെയും ജീവനക്കാരെയും അന്വേഷണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നുവെന്നാണ് പരാതി. അന്വേഷണവുമായി സഹകരിക്കാനും ഇപ്പോൾ രാജകുടുംബം തയ്യാറാകുന്നില്ല. ഇതോടെ സ്വർണം കടത്തിയവരെ കണ്ടെത്താനാകാതെ കുഴയുകയാണ് പോലീസ്. കൊട്ടാരത്തിൽ മോഷണം നടന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ട് 2 ആഴ്ചയായി. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കവർച്ച നടന്നതെങ്കിലും 4 മാസം കഴിഞ്ഞാണ് പോലീസിന് പരാതി ലഭിച്ചത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന
2 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം മോഷണം പോയതായാണ് പരാതി. ഇതു സംബന്ധിച്ച് ഗൗരിലക്ഷ്മി ഭായ് നൽകിയ പരാതിയിലാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത്. കൊട്ടാരത്തിലുള്ളവർ തന്നെ എടുത്തതാവാമെന്ന് കരുതി കുടുംബാംഗങ്ങൾക്കിടയിൽ നടത്തിയ അന്വേഷണം ഫലം കാണാതെ വന്നതോടെയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറിയിരുന്നു. കൊട്ടാരത്തിൽ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിശദമായി പരിശോധിച്ചെങ്കിലും സംശയിക്കത്തക്ക വിരലടയാളങ്ങൾ ലഭിച്ചില്ല. ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പൗരാണികാഭരണങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സംഘങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നീക്കം നടക്കുന്നുണ്ട്. രാജകുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത ശേഷം അന്വേഷണം കൊട്ടാരത്തിലെ സ്ഥിര സന്ദർശകരിലേക്കും ജീവനക്കാരിലേക്കുമാണ് നീങ്ങിയത്. ചില ജീവനക്കാരുടെ അക്കൗണ്ട് ഇടപാടുകളിൽ പോലീസിന് സംശയമുണ്ട്. അതിൽ കൊട്ടാരവുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീയെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് പരാതിക്കാർ തന്നെ അന്വേഷണ സംഘത്തിന് നേരെ തിരിഞ്ഞതെന്നാണ് വിവരം. എന്നാൽ ചില പരാതികൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നല്ലാതെ അന്വേഷണത്തോട് നിസ്സഹരിക്കുന്നില്ലെന്നാണ് രാജകുടുംബവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുള്ളൻപന്നിയെ അടിച്ചുകൊന്ന കേസിൽ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്ക് ജാമ്യം. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നതടക്കം കർശന ഉപാധികളോടെയാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചത്. ബംഗളൂരുവിൽ നിന്ന് നേരിട്ട് MDMA എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന യുവാവ് മലപ്പുറത്ത് പിടിയിൽ. ചോക്കാട് സ്വദേശി അംജദ് ഖാനെയാണ് 40 ഗ്രാം MDMAയുമായി കാളികാവ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു. കോഴിക്കോട് താമരശ്ശേരി ചാലക്കര സ്വദേശി നിഷാദ് കൊല്ലപ്പെട്ട കേസിൽ സഹപ്രവർത്തകനും കരുവമ്പൊയിൽ സ്വദേശിയുമായ ഷമീർ അറസ്റ്റിൽ. ഇരുവരും ഒരേ കഫ്റ്റീരിയയിൽ ദീർഘകാലമായി ജോലി ചെയ്തു വരികയായിരുന്നു. സോഷ്യൽ മീഡിയയുടെയും റീൽസുകളുടെയും കാലമാണിതല്ലേ. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ പല അഭ്യാസങ്ങളും വൃത്തികേടും കാണിക്കുന്നവരുണ്ട്. റീല് വൈറലായാൽ ലോകം കീഴടക്കിയെന്ന പ്രതീതിയാണ് പലർക്കും. എന്നാൽ ഒരു റീൽസ് കാരണം നാട്ടിൽ നിൽക്കാൻ കഴിയാതെ നാട് വിട്ട ആലപ്പുഴക്കാരായ യുവാക്കളുടെ കഥ കൂടി ഒന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവങ്ങളുടെ തുടക്കം. ഇൻസ്റ്റഗ്രാമിൽ വീരപരിവേഷം നേടാൻ യുവാക്കൾ നഗരപരിസരത്തുള്ള പള്ളിയുടെ സെമിത്തേരിയിലെത്തി. സെമിത്തേരിയുടെ മതിൽ ചാടിക്കടന്ന 4 പേർ കല്ലറയ്ക്ക് മുകളിലിരുന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ആടിപ്പാടി റീൽസ് ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇതെല്ലാം സെമിത്തേരിയിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകിയതോടെ യുവാക്കൾ പെട്ടിരിക്കുകയാണ്. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്ന കുറ്റത്തിന് ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തു. സംഭവം നാട്ടിൽ പരന്നതോടെ യുവാക്കൾ ഒളിവിൽ പോയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ താരമാകാൻ നോക്കുന്നവർക്കെല്ലാം ഇതൊരു പാഠമാകട്ടെ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.